സ്മോക്കിംഗ് എഫക്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി 2 യങ് പേഷ്യൻസ് ഉണ്ട്. 30s അവർ. ഒരാൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അയാൾക്ക് 3 വെസലിലും ബ്ലോക്ക് ആയിരുന്നു. ഞാൻ ഇന്നലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. വേറൊരു യങ് ഇതേപോലെ ഹീസ് ഓൾസോ ഇൻ 35-36 ആയിട്ടുള്ളൂ. അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോൾ ഈ 2 പേർക്കും വേറെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല സ്മോക്കിംഗ്. ആ 2 പേരും ഡിസ്ചാർജ് ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 പേർക്കും സ്മോക്കിംഗ് മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം. അപ്പോൾ ഈ ആളുകൾക്ക് സ്മോക്കിംഗ് കേടാണ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് അതിൽ എഴുതി വെച്ചിട്ട് എല്ലാവർക്കും അറിയാം കേടാണെന്നുള്ളത്. പക്ഷേ ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഇവർ തന്നെ സ്മോക്ക് ചെയ്യുന്നവർ തന്നെ ഇത് വന്നതിന് ശേഷം അറിയുന്നത്. അതിന് വേറൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പണ്ടൊക്കെ 50s, 60s, 70s വന്നിരുന്നത്. ഒരു 30s ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജാണ്. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കരിയറിൽ മറ്റ് ഫാമിലി ഒബ്ലിഗേഷൻസ് ഇങ്ങനെ ഒരുപാടുള്ള സമയത്താണ് പെട്ടെന്നൊരു ഇടുത്തി പോലെ ഇത് വന്ന് വീഴുന്നത് എന്നുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി അതിനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത് പ്രിവെൻറ്റീവ് കാർഡിയോളജിക്ക് വേണ്ടി. എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ്. ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം, എങ്ങനെ ബ്ലോക്ക് നീക്കാം, എങ്ങനെ വാൽവ് മാറ്റാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് സോഷ്യോ ആൻഡ് ഫാമിലി ഇമ്പാക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ 38 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ, അറ്റാക്ക് വന്നപ്പം അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി, അയാൾ മരിക്കുകയാണെങ്കിൽ അയാളെ കുട്ടികൾ 5 വയസ്സുള്ള ആൾ, 7 വയസ്സുള്ള ഒരാൾ, എവിടെയും എത്താത്ത ആ ഒരു സമയത്ത് അവരെ അനാഥരാക്കിയിട്ട് ഈ അച്ഛൻ പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് ആക്ച്വലി ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അത് യങ് ഏജിൽ വരാനുള്ള കാരണത്തിനെക്കുറിച്ചും അതിനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടതാണ്. അതിലൊന്ന് 100% പ്രിവെൻറ്റബിൾ സാധനമാണ് ഈ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, അല്ലേ? ഇപ്പോൾ നമ്മുടെ അച്ഛനക്ക് വന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കുറച്ച് കഴിച്ചു പോയി, നമുക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ പിടിച്ചു വെച്ച് ഒരു ബിരിയാണി കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ 100% ഒഴിവാക്കാൻ പറ്റിയ ഒന്നാണ് സ്മോക്കിംഗ്. ഈ സ്മോക്കിംഗ് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് എന്ന് പറഞ്ഞുതരാമോ? ഈ ചില ആളുകൾ ഇപ്പോൾ ചില ആളുകളോട് നമ്മൾ സ്മോക്കിംഗ് വല്ലാതെ നിർത്തണം തന്നെ പിന്നെ അവർ ചിലപ്പോൾ ആൽക്കഹോളായിരിക്കും തുടങ്ങുക. അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും അത്. അപ്പോൾ അതിന് ആക്ച്വലി ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താൻ പറ്റും. പിന്നെ അതിനൊരു ടിപ്പ് വേറെ ഒന്നുള്ളത്, ചില ആളുകൾ ഭയങ്കര ഡിപ്പെൻഡൻസി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ്, ഇപ്പോൾ ആൽക്കഹോൾ കഴിച്ച് ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞ ആളുകളുടെ, അഡിക്റ്റായ ആളുകൾക്ക് ആൽക്കഹോൾ നിർത്തുമ്പം അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലെവലിൽ ആൽക്കഹോൾ കുറയുമ്പം അവർക്ക് ട്രമ്മർ, ഒരു സ്ട്രെസ്സൊക്കെ വരും. പിന്നെ അത് ആൽക്കഹോൾ കഴിച്ചെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അതിനാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുക. എന്നതുപോലെ സ്മോക്കിങ്ങിനും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ഈ നിക്കോട്ടിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അതിന് ആക്ച്വലി നിക്കോട്ടിൻ ച്യൂയിങ്കം അവൈലബിൾ ആണ്. ഇപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് പിന്നീട് പതുക്കെ അതും അങ്ങ് ഒഴിവാക്കണം. അങ്ങനെയാണ് അതിനെ പറ്റുക. അറ്റ്ലീസ്റ്റ് ആദ്യം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ സ്മോക്ക് ചെയ്യില്ലല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് സ്മോക്ക് ചെയ്യില്ലല്ലോ, നമ്മൾ കമ്പനി കൂടുമ്പോഴായിരിക്കും സ്മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കേഷനിലായിരിക്കും. ആദ്യം നമ്മൾ ആ സാഹചര്യങ്ങൾ കുറയ്ക്കുക, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക, പിന്നെ ഇങ്ങനത്തെ വല്ലതുകൊണ്ടും റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിവാക്കണം. ആൽക്കഹോൾ ഈസ് ഓൾസോ ഈവൻ 1 ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നുവരെ മെഡിക്കൽ ശാസ്ത്രം എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ആൽക്കഹോൾ ഈസ് ഗുഡ് എന്ന്. അത് കുറച്ച് കഴിച്ചാൽ കുറച്ച് കേട്, കൂടുതൽ കഴിച്ചാൽ കൂടുതൽ കേട്, അത്രേ ഉള്ളൂ. അത് മാത്രമേ അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഈ ആൽക്കഹോൾ പ്രേമികളുണ്ട് ഭയങ്കരമായിട്ട്. അതിനവർ ന്യായം, നമ്മുടെ മനുഷ്യരങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ കണ്ടെത്താൻ നോക്കും. അപ്പോൾ അവർ അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, മറ്റേ വീഞ്ഞ് കഴിച്ചാൽ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കഴിച്ചു കഴിഞ്ഞാൽ വൈൻ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അതൊക്കെ ആൽക്കഹോൾ തന്നെയാണ്. അതിനൊക്കെ കുറച്ച് ഗുണമുണ്ടെങ്കിൽ അതിലധികം ദോഷമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൽക്കഹോൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന അവയവം ലിവറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടിൽ ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഹാർട്ട് വീക്ക് ആവുന്നതിനൊക്കെ ആൽക്കഹോൾ ഡെഫിനറ്റ്ലി ഒരു കോസാണ്. അതുകൊണ്ട് ആൽക്കഹോൾ എൻഡോസ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല. ആൽക്കഹോൾ ഈസ് ഓൾസോ ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം.